കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണിതാ ആ കാണുന്ന വിഭവങ്ങളും വിദ്യാർത്ഥികളും. അതായത് റോട്ടറി ക്ലബിൻ്റെ ദ സൂര്യ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടി പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊജക്റ്റ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് അവർ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ സംരംഭത്തെക്കുറിച്ചും അവരുടെ വിശേഷങ്ങളും വിവരങ്ങളും നമുക്ക് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായ ലിനി മാമിനോട് ചോദിച്ചറിയാം. മാം, എന്താണ് ഈ സൂര്യ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഇത് റോട്ടറി ക്ലബിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. റോട്ടറി ക്ലബ്ബ് ബാംഗ്ലൂരുള്ള എനേബിൾ ഇന്ത്യയുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നടത്തുന്നതാണ്. ഇതിപ്പോൾ 6 മന്ത് നീളുന്ന ഫൗണ്ടേഷൻ കോഴ്സ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കോഴ്സിന് അവരുടെ കരിക്കുലത്തിൻ്റെ പാർട്ടായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. അതിൽ വൺ ഓഫ് ദ പ്രൊജക്റ്റാണ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ്. അപ്പം അതിന് അവർ തന്നെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പം 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് അവർക്ക് 2 പ്രൊജക്റ്റ് സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ക്യാഷ് അവർ തന്നെ റൈസ് ചെയ്യണം. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ 2 മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ചെയ്യുന്നത്. ഒന്ന് ഒരു മത്സ്യബന്ധനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കുറച്ച് ലേണിംഗ് ടോയ്സും, വേറൊന്ന് മലപ്പുറത്ത് വേറെ മാറാഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്കൂളിൽ സോഷ്യൽ സയൻസിൻ്റെ ലാബും സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ക്യാഷിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീസെല്ലിംഗ് ബിസിനസ്സാണ്. ബൾക്കായിട്ട് എടുത്തിട്ട് ഒരു പ്രോഫിറ്റ് ഇട്ട് നമ്മൾ വിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പ്രോഫിറ്റ് കിട്ടേണ്ട പേയ്മെൻറ്റ് വെച്ചിട്ട് വേണം ഇവർക്ക് സാധനം പർച്ചേസ് ചെയ്ത് സ്കൂളിൽ കൊടുക്കാനായിട്ട്. ആക്ച്വലി ഇപ്പം നോർമലി എല്ലാ ആൾക്കാരും ചെയ്യുന്ന പോലെ തന്നെ സൊസൈറ്റിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇവർക്കും പറ്റും എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുക. അപ്പം ഇവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തുക, ഇതൊക്കെയാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇരുട്ടിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യർക്കൊരു താങ്ങും തണലുമാണ് ഈ റോട്ടറി ക്ലബിൻ്റെ ഈ സൂര്യ പ്രൊജക്റ്റ്, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളും മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 17-18 വർഷമായിട്ട് കാഴ്ച പരിമിതരുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഏതാണ്ട് ഓൺലൈനും ഓഫ്ലൈനായിട്ട് നമുക്ക് കോഴ്സുകളുണ്ട്. ഒരു 1500-ലധികം കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാരും ജോലിയിലാണ്, കുറേ പേര് സ്റ്റുഡൻസാണ്. അപ്പം ഇനിയും ഇങ്ങനെ ഒരു കോഴ്സുണ്ട്, അല്ലെങ്കിൽ ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നിടത്തുനിന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു അവസരമാണ് ശരിക്കും റോട്ടറി ക്ലബ്ബ് എനേബിൾ ഇന്ത്യയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്നത്. അപ്പം അങ്ങനെ അറിയാത്തവർ, അങ്ങനെ ഒരു ചാൻസിനെ കുറിച്ച് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇൻഫോ പാർക്കിൽ വിസ്മയ ബിൽഡിങ്ങിലാണ് സ്ഥാപനം വരുന്നത്. ഓക്കെ, താങ്ക് യു മാം. ഇനി നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ, അതായത് ഇതിൻ്റെ ഈ ചെറിയൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്ന റോട്ടറി ക്ലബിൻ്റെ അല്ലെങ്കിൽ ഇത് പ്രൊജക്റ്റ് സൂര്യ പ്രൊജക്റ്റിൻ്റെ വിദ്യാർത്ഥികളുണ്ട് നമ്മളോടൊപ്പം. നമുക്ക് അവരോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞങ്ങളിവിടെ RCG പ്രൊജക്റ്റ് സൂര്യ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റിനാണ്. പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കമ്പ്യൂട്ടർ കോഴ്സാണ്. വിസ്മയിലാണ് നമ്മുടെ ഓഫീസുള്ളത്. നമുക്ക് 6 മന്ത് കമ്പ്യൂട്ടർ കോഴ്സാണ്. കമ്പ്യൂട്ടർ, എംപ്ലോയബിലിറ്റി, മൊബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ എല്ലാം ഫോക്കസ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ മൊത്തം 12 മെമ്പേഴ്സാണുള്ളത്. അപ്പോൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് 6 മെമ്പേഴ്സ് വീതമുള്ള 2 ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ 2 ഗ്രൂപ്പുകളും കൂടെ 2 സ്കൂളിനെ ഹെൽപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചത്. 2ഉം മലപ്പുറത്ത് തന്നെയാണ്. ഒരു സ്കൂളിൽ ലേണിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ടോയ്സും വേറൊരു സ്കൂളിന് സോഷ്യൽ സയൻസ് ലാബും പ്രൊവൈഡ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ റീസെല്ല് നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ നടത്തുമ്പോൾ ഈ ഇൻഫോ പാർക്കിൻ്റെ ഭാഗത്തു നിന്നായാലും ഇവിടെയുള്ള എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നായാലും നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. അവർ പോലും അറിയാതെ അവരും നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമാവുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 27-നാണ് നമ്മൾ ഇതിൻ്റെ കിട്ടുന്ന ആ ഒരു പൈസ വെച്ച് നമ്മൾ ആ കുഞ്ഞുങ്ങൾക്കുള്ള ടോയ്സ് ആയാലും മാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.